അച്ഛന്റെ വാക്കിനെ തള്ളിക്കളയരുത്. പിതൃവാക്യത്തെ പാലിക്കേണ്ടത് പുത്രധർമ്മമാണ്. അപ്പൊ ഇവിടെ ഈ സുബ്രഹ്മണ്യന് സംശയായി. അച്ഛൻ തന്നോട് ആജ്ഞാപിച്ചു, നിർദ്ദേശിച്ചു, നീ ആ പ്രണവ മന്ത്രത്തെ, അതിന്റെ താല്പര്യത്തെ ബ്രഹ്മാവിന് ഉപദേശിക്കൂ, അത് പറയൂ എന്ന് നിർദ്ദേശിക്കുകയാണ്. പക്ഷേ ഇവിടെ മറ്റൊരു നിയമം ഉണ്ട്. മന്ത്രമൊരിക്കലും ഗോപ്യമായിട്ടല്ലാതെ പരസ്യമായിട്ട് പാടില്ല ഉപദേശിക്കാൻ, മറ്റുള്ളവർ കേൾക്ക പാടില്ല. അപ്പൊ വീണ്ടും തന്റെ മടിയിലിരിക്കുന്ന ആ മകനോട്, ആ കാർത്തികേയനോട്, സുബ്രഹ്മണ്യനോട് മഹാദേവൻ പറഞ്ഞു, സാരമില്ല, നീ രഹസ്യമായിട്ട് പറയൂ എന്നാണ്. ആദ്യം എന്നോട് പറയൂ എന്നാണ്, രഹസ്യമായിട്ട് പറയൂ എന്നാണ്. കണ്ടു കഴിഞ്ഞാൽ എന്താണ്, വളരെ കുട്ടിക്കളിയായിട്ട് തോന്നും എന്നാണ്. അച്ഛൻ മകനെ മടിയിലിരുത്തിയിട്ട് ചോദിക്കുക. എന്നിട്ടാണ് ആ മകൻ രഹസ്യമായിട്ട് ശ്രീപരമേശ്വരന്റെ കാതിൽ ആ പ്രണവ താത്പര്യം എന്തെന്നുള്ളതിനെ ഉപദേശിച്ചു, രഹസ്യമായി ഉപദേശിച്ചു എന്നാണ്. രഹസ്യമായി എന്ന ഈ മന്ത്രദീക്ഷകളെ കൊടുക്കുമ്പോൾ പറയുന്ന ആ രീതി ഇപ്പൊ പലപ്പോഴും നമ്മൾ ധരിക്കുന്നത് രഹസ്യമായിട്ട് പറയണം എന്നാണെങ്കിൽ അത് മറ്റാരും കേൾക്കാൻ പാടില്ലാത്തത് എന്നൊക്കെയുള്ളൊരു ധാരണയുണ്ടാവും. ഒരിക്കലും അതല്ല. ഈ മന്ത്രദീക്ഷാ സമ്പ്രദായത്തിൽ ഗുപ്തമന്ത്രങ്ങൾ, ഗുഹ്യമന്ത്രങ്ങൾ അല്ലെങ്കിൽ രഹസ്യമന്ത്രം എന്ന് പറഞ്ഞാൽ നമുക്ക് കേട്ടാൽ മനസ്സിലാക്കാൻ പ്രയാസമുള്ളത് എന്നാണ്. കേട്ടാലും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ് അതിനെ രഹസ്യം എന്ന് പറയുക. അപ്പൊ ഇവിടെ തന്റെ അച്ഛന്റെ കാതിൽ, ശ്രീപരമേശ്വരന്റെ കാതിൽ അതിനെ ആദ്യം ഉപദേശിച്ചു. എന്താണ് പ്രണവ താത്പര്യം? അത് ഭവാനും സദാശിവനും ആയ ഞാനുമാണ്. അത് ആരാണോ ബോധ്യപ്പെടുന്നത്, ആർക്കാണോ ബോധ്യപ്പെടുന്നത്, അവർ എന്നോടൊപ്പം എന്റെ തുല്യതയെ പ്രാപിക്കും എന്നാണ്. വളരെ നിശ്ചിതമായ ബുദ്ധിയോടുകൂടിയ സത്വഗുണപ്രധാനന്മാരായിട്ടുള്ള ശുദ്ധചിത്തന്മാരായിട്ടുള്ള സന്യാസ ദീക്ഷയെ സ്വീകരിച്ചവർക്ക് ബ്രഹ്മപദത്തെ പ്രാപിക്കാൻ, ഈശ്വരപദപ്രാപ്തിക്കായിട്ടുള്ള ഒരേ ഒരു ഉപായമാണ്, സാധനയാണ് പ്രണവം, പ്രണവത്തിന്റെ താത്പര്യം. അതുകൊണ്ടാണ് മന്ത്രങ്ങളിലെ പ്രണവം ഉപയോഗിക്കേണ്ടു എന്ന് പറയാൻ കാരണം. ഇപ്പൊ ശിവപുരാണത്തിൽ പഞ്ചാക്ഷര മാഹാത്മ്യമൊക്കെ പറയുമ്പോൾ കാണാം നമശിവായ, അത് പഞ്ചാക്ഷര മന്ത്രാണ് നമശിവായ. അതിന്റെ കൂടെ വീണ്ടും പ്രണവം ചേർക്കുമ്പോ അതിന്റെ ശൈലി ഒന്നും കൂടി മാറുകയാണ്. അപ്പൊ അതിനെ നമ്മൾ ഏത് നാമമാണെങ്കിലും മന്ത്രരൂപേണ ആക്കി പരിവർത്തനം ചെയ്യുമ്പോൾ അതിൽ പ്രണവം അല്ലെങ്കിൽ മറ്റു ചില ബീജാക്ഷരങ്ങളൊക്കെ കൂട്ടിച്ചേർത്തിട്ടാണ്. അതിന്റെ താത്പര്യം എന്ത്, ഗൗരവം എന്ത് എന്ന് ഉൾക്കൊള്ളാതെ അതിനെ ഉപാസിച്ചതുകൊണ്ടോ ജപിച്ചതുകൊണ്ടോ ഒന്നും ചിലപ്പോൾ വേണ്ടത്ര ഫലം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് പ്രണവ ഉപാസന ഏറ്റവും പ്രാധാന്യത്തോടുകൂടി പറഞ്ഞു വെച്ചത് ആർക്കാണ്? സന്യാസ പദ്ധതിയെ സ്വീകരിച്ചവർ, യോഗികൾ, സർവസംഘ പരിത്യാഗികളായിട്ടുള്ള യോഗികളാണ്, സന്യാസിമാരാണ് ഈ പ്രണവ ഉപാസന കൂടുതലായിട്ട് ചെയ്യുക. അപ്പൊ ആരാണോ ആ ശ്രീപരമേശ്വരൻ തന്നെയാണ്, അല്ലെങ്കിൽ ആ സുബ്രഹ്മണ്യനും ശ്രീപരമേശ്വരനും ഒന്നു തന്നെയാണ് എന്ന യഥാർത്ഥ ജ്ഞാനം ആർക്കാണോ ഉള്ളത്, അവരാണ് പ്രണവത്തെ അറിയുന്നത്, അവരാണ് പ്രണവ ഉപാസകർ. ഇനി ധ്യാനം കൊണ്ട് പാപം നശിച്ച യോഗികൾക്ക് പോലും പലപ്പോഴും ഇതിനെ അറിയാൻ പറ്റുന്നില്ല. ഇവിടെ ബ്രഹ്മാവിന് പോലും വേണ്ടത്ര അതിനെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. എന്നാൽ നീയാവട്ടെ, എന്റെ പുത്രനായി വന്ന് പിറന്ന നീയാവട്ടെ, ഈ മന്ത്രത്തിന്റെ താത്പര്യത്തെ വേണ്ടതുപോലെ അറിയുന്ന ആളാണ്. അതുകൊണ്ട് നീ പ്രണവ സ്വരൂപനാണ്. ഗണപതിയെയും നമ്മൾ അങ്ങനെ പറയാറുണ്ട്.
പ്രണവസ്വരൂപനാണ് ഗണപതി എന്ന് പറയാറുണ്ട്. അപ്പൊ ഇവിടെ സുബ്രഹ്മണ്യൻ പ്രണവത്തിന്റെ താത്പര്യം തന്നെയാണ്, പ്രണവസ്വരൂപമാണ്. ഇനി ഈ പ്രണവാർത്ഥത്തിന് അധികാരിയായിട്ട് ഉള്ള യോഗികളിൽ ഒരാളാണ്, ഒരു മഹാത്മാവാണ് അഗസ്ത്യൻ എന്ന് പറഞ്ഞു, അഗസ്ത്യ യോഗീശ്വരൻ. അപ്പൊ അതുകൊണ്ടാണ് സുബ്രഹ്മണ്യ ചരിത്രവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് നമ്മൾ എവിടെ നോക്കിയാലും ഈ അഗസ്ത്യൻ എന്ന ഋഷിയുടെ ഒരു സാന്നിധ്യം, ഒരു അദൃശ്യ സാന്നിധ്യം എപ്പോഴും കാണാം. ഏത് കഥകളിലും അഗസ്ത്യന്റെ ആ ഒരു സാന്നിധ്യം ഉണ്ട്. അപ്പോ ആ അഗസ്ത്യനെ അനുഗ്രഹിക്കുക, അദ്ദേഹത്തിനെ സംരക്ഷിക്കുക, ഈ പ്രണവാർത്ഥത്തെ അദ്ദേഹത്തിന് പൂർണ്ണമായിട്ട് പ്രദാനം ചെയ്യുക. ഇത് പരമ്പരയായിട്ട് ഇങ്ങനെ പ്രദാനം കൈമാറി പോവേണ്ടതാണ്. ഒരിക്കലും ആ കണ്ണി മുറിഞ്ഞു പോവുകയില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടാണ് പ്രണവത്തിന്റെ മഹത്വത്തെ ബ്രഹ്മാവിനും അതുപോലെ തന്നെ അഗസ്ത്യനും അത് പരമ്പരയായിട്ട് എന്നാണ്, ഗുരുപരമ്പരയായിട്ടാണ് അറിവുകളെല്ലാം പകർന്നു കൊടുക്കുന്നത്. അതേപോലെ ഇവിടെ പരമ്പരയായിട്ട് ആ പ്രണവ മഹാത്മ്യത്തിനെ പിന്നീട് പകർന്നു വന്നിട്ടുള്ളതാണ് എന്നും സൂചിപ്പിച്ചുകൊണ്ടാണ് ആ ഒരു കഥ, സംഭവ കാണ്ഡം, സ്കന്ദപുരാണത്തിലെ സംഭവകാണ്ഡത്തിലെ ആ ഒരു ഉപദേശ ഭാഗത്തെ ഇവിടെ സമർപ്പിക്കുന്നത്. നമ പാർവതീപതയേ ഹര ഹര മഹാദേവ. ഇനി വീണ്ടും പാർവതീ പരമേശ്വരന്മാർ തമ്മിലുള്ള ആ ഒരു സംഭാഷണത്തെ പറഞ്ഞുകൊണ്ട് പാർവതീ ദേവിക്ക് ശ്രീ പരമേശ്വരൻ തന്നെ ഉപദേശിക്കുന്നതായിട്ടുള്ള എന്താണ് ഈ സ്കന്ദന്റെ മഹിമ, ഈ സുബ്രഹ്മണ്യന്റെ മഹിമ എന്താണ് എന്നുള്ളതിനെ ആ ദേവിക്ക് മഹാദേവൻ തന്നെ ഉപദേശിച്ചു കൊടുക്കുന്നതായ ഒരു സന്ദർഭത്തെയാണ് നമുക്ക് കാണാൻ കഴിയുക അടുത്തതായിട്ട്. അതിനുശേഷം സ്കന്ദ വിഭൂതികളെ കുറിച്ചിട്ട് പറയുകയാണ്. അതായത് പ്രപഞ്ചം മുഴുവനും എടുത്താൽ അതിൽ കാണുന്നതെല്ലാം ഈശ്വര വിഭൂതികളാണ്. ഇപ്പൊ ഭഗവത്ഗീതയില് വിഭൂതി യോഗം എന്ന് കാണാം. ശ്രീമദ് ഭാഗവതത്തിൽ ഏകാദശ സ്കന്ധത്തിൽ പറയുന്നുണ്ട് വിഭൂതി യോഗം. ദേവീ ഭാഗവതത്തില് ഈ വിഭൂതി യോഗ വർണ്ണന കാണാം. ഇതിങ്ങനെ എവിടെ നോക്കിയാലും വിഭൂതി യോഗ വർണ്ണന ചെയ്തിട്ടുണ്ടാവും. ഇവിടെ ആ സ്കന്ദ വിഭൂതിയായിട്ട് പ്രപഞ്ചം മുഴുവനും ഏതൊരു ഈശ്വരനിലാണോ നിലനിൽക്കുന്നത് അതെങ്ങനെയാണ് ആരോപിക്കപ്പെട്ടുള്ളത് എന്നതിനെ വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് ആ വിഭൂതി യോഗ വർണ്ണനം ചെയ്യുന്നത്.